മൂവാറ്റുപുഴയാറിൻ്റെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങിയ ആറ്റുവേലച്ചാടിൻ്റെ നയനമനോഹരമായ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഇരുകരകളിലുമായി വിദേശികളടക്കം ആയിരങ്ങളാണ് എത്തിയത്. ഇന്നലെ രാത്രി 1-ന് ആറ്റുവേലക്കടവിൽ പുറക്കളത്തിൽ ഗുരുതിക്ക് ശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലോത്സവമായ വൈക്കം വടയാർ ഇളങ്കാവ് ദേവി ക്ഷേത്രത്തിലെ മുഖ്യ ആകർഷണമായ ആറ്റുവേല വടയാർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. അനുജത്തിയായ ഇളങ്കാവിലമ്മയെ ആണ്ടിലൊരിക്കൽ വന്നു കാണാൻ ജ്യേഷ്ഠത്തിയായ കൊടുങ്ങല്ലൂർ ഭഗവതി ജലമാർഗം ഇളങ്കാവിലേക്ക് വരുന്നതാണ് ആറ്റുവേലയെന്ന് വിശ്വാസം. 2 വലിയ കേവ് വള്ളങ്ങൾ ചേർത്ത് 3 നിലകളിലുള്ള ക്ഷേത്ര മാതൃകയിൽ നിർമ്മിച്ച ആറ്റുവേലച്ചാടിൻ്റെ ശ്രീകോവിലിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതിൽ കുത്തുവിളക്കുകളും ചുറ്റുവിളക്കുകളും തൂക്കുവിളക്കുകളും കൊണ്ട് അലങ്കരിച്ചാണ് ആറ്റുവേലച്ചാട് ക്രമീകരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 4:30-ന് ആറ്റുവേല ഇളങ്കാവ് ക്ഷേത്രക്കടവിലെത്തിയപ്പോൾ ക്ഷേത്രം തന്ത്രി അരിയും പൂവും അർപ്പിച്ച് ഭഗവതിയെ എതിരേറ്റ് പള്ളിസ്രാമ്പിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ആറ്റുവേല ദർശനം നടന്നു. ആറ്റുവേലയ്ക്ക് അകമ്പടി സേവിച്ച ഗരുഡന്മാർ പള്ളിസ്രാമ്പിൽ പ്രദക്ഷിണം വെച്ചു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.